എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ പാർട്ട് 3 സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ടൂൾ ബാർസ് ഒക്കെ നോക്കാമെന്ന്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യം കൂടി ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഓഡിയോ ക്ലിപ്സൊക്കെ എഡിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെ മിക്സിങ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിലൂടെ ഈ സെഷനിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വീഡിയോ ഫയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫയൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ രണ്ട് ഫയൽസ് തമ്മിലുള്ളൊരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്രീൻ കളറിലൊരു ബോക്സ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഫയലിന് അങ്ങനെ ഒരു ബോക്സ് കാണുന്നില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫയൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഓഡിയോ ഉണ്ടായിരിക്കില്ല. ഈ വീഡിയോ ഫയലിന് ഓഡിയോ ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ഈ ഫയലാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അതിന് ഓഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫയൽസൊക്കെ ഇതിലോട്ട് ഈ സീക്വൻസിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പിൻ്റെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് സൗണ്ട് കൂടുതലായിട്ട് ബാക്കിയുള്ള രണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ക്ലിപ്പിന് മാത്രം അല്പം സൗണ്ട് കൂടുതലാണ്. അപ്പം ഇത് നമുക്ക് ഈ ക്ലിപ്പിൻ്റെ മാത്രം സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകും ഇതൊന്ന് ഇവിടെ ഈ ഓഡിയോ ട്രാക്കാണിത്. ഈ ഓഡിയോ ട്രാക്കിന് താഴെ കാണുന്ന ഈ ലൈന് നമുക്ക് പിടിച്ചിട്ട് കുറച്ചൊന്ന് താഴോട്ട്, അതായത് ഇതൊന്ന് സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേവ് ഫോമൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ മൗസ് പോയിൻ്റർ അടുത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഒരു ആരോ മാർക്ക്, അപ്പ് ഡൗൺ ആരോ മാർക്ക് കാണാൻ പറ്റും. ഈ ആരോ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കുറയും. അതേപോലെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മൗസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഞാനിത് കുറച്ച് താഴോട്ട് ആക്കി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സൗണ്ട് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പിൻ്റെ സൗണ്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിൻ്റെ ഒരു ലെവൽ കാണണമെങ്കിൽ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ മോണിറ്ററിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഒരു ലെവൽ അപ്പം ഇതുവരെ ഇപ്പോൾ 30 ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെത് കുറച്ച് കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കംപ്ലീറ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പം ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ ലൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും ഈ സീക്വൻസ്. ഓക്കെ, ഇനി വേണ്ടത് എനിക്ക് ഇതിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ കൂടെ ഉള്ള, അതായത് വീഡിയോ ട്രാക്ക് V1ൻ്റെ കൂടെ ഉള്ള ഓഡിയോസൊക്കെ A1 എന്ന് പറഞ്ഞ ഈ ഓഡിയോ ട്രാക്കിലാണ് വരിക. ഇനി എനിക്ക് ഈ വീഡിയോ സീക്വൻസിൽ തന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെന്ന് വിചാരിക്കും. അപ്പോൾ അതാകുമ്പോൾ ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ Ctrl+I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പം ഇത് ഞാൻ ഈ ഫയലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനത് ഇമ്പോർട്ട് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കണം. ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിലോട്ട് ഈ ഓഡിയോ ട്രാക്ക് 2 ഞാനിത് ഡ്രാഗ് ചെയ്യണം. ഓക്കെ, ഞാൻ \/ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്ര വേണ്ട,
അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഇത്രയും ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്പേസ് ബാർ പ്രസ് ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇതേപോലെ അല്പം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പിടിച്ചിട്ട് ഇത് വോളിയം ലെവലിൽ പിടിച്ച് താഴോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതേപോലെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോയിൽ പോയിട്ട് ഓഡിയോ ട്രാക്ക് മിക്സർ എന്ന് പറഞ്ഞ ഇതിൽ നമുക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ മോണിറ്ററിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഓഡിയോ A1 എന്ന് പറയുന്നത് ഈ ട്രാക്കിൻ്റെ വോളിയമാണ്. ഓക്കെ, ഈ കംപ്ലീറ്റ് ഈ ട്രാക്കിൻ്റെ വോളിയമാണ് ഈ A1-ൽ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ A2-ൽ കാണിക്കുന്നത് ഓഡിയോ 2 എന്ന് പറഞ്ഞ A2-ൽ കാണിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. നമുക്ക് കുറച്ച് കുറയ്ക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്ക് ഇതിൽ ട്രാക്ക് A1 ട്രാക്ക് നമുക്ക് സൗണ്ട് കുറയ്ക്കാം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടും. ഇനി ഇത് കൂട്ടണമെങ്കിൽ നമുക്കിത് കൂട്ടാം. ഇത് മാസ്റ്ററാണ് മെയിൻ സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓഡിയോ ഫയൽസ് എഡിറ്റ് ചെയ്യലും നമ്മളിതിൽ മിക്സിംഗ് ഒക്കെ ചെയ്യാറ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫയൽ ഓഡിയോ 3 വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ഫയൽസ് വേണമെങ്കിലും ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം ഓഡിയോ ക്ലിപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡിയോ ക്ലിപ്സ് എങ്ങനെ മനസ്സിലാവും വെച്ചാൽ ഇതൊരു ഓഡിയോ MP3 ആണത്. ഉണ്ടോ, ഇത് ബെൻസൗണ്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പിക്സൽസ് എന്ന് പറഞ്ഞ ഈ കാറിൽ പോയി, പിക്സൽസ് എന്ന വെബ്സൈറ്റിൽ കാർ എന്ന് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലേ ചെയ്ത വീഡിയോ ഇതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് നോർമലായിട്ട് വീഡിയോ ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരിക. ഇനി ഇതിൽ പല ട്രാൻസിഷൻസും കാരണം എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓഡിയോ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് വരാം. ആംപ്ലിഫൈ, ഇതേപോലെ നോയ്സ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നോട്ട് വരാം. ഇത് ബേസിക്സ് ആയിട്ട് നമുക്കിപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, എങ്ങനെ സൗണ്ട് ഓരോ ട്രാക്കിലും സൗണ്ട് മാറ്റാം, എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ. അപ്പോൾ ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കംപ്ലീറ്റ് ട്രാക്കായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം അടുത്ത പാട്ടുമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ.